എവിടെയെന്നല്ലേ സ്ഥലവും കാര്യമൊക്കെ പറഞ്ഞുതരാം. നമ്മളെ ഇപ്പോൾ സമയം 9:10. ഈ 9:10 നമ്മൾ സാധാരണ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് വല്ല ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം. പക്ഷേ ഈ കടയ്ക്ക് പ്രത്യേകത ഉണ്ട്. രാവിലെ തൊട്ടേ ചോറ് കിട്ടും. അത് നെയ്ച്ചോറുണ്ട്, സാധാ ചോറുണ്ട്. പിന്നെ ചോറിൻ്റെ കറി അല്ലെങ്കിൽ സൈഡ് ഡിഷാണ് വെറൈറ്റി, മത്തി പൊരിച്ചത്. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇതാണ് നമ്മുടെ സ്വന്തം കട. ബോർഡും കാര്യവും ഒന്നും തന്നെ ഇല്ല. ഇനി അകത്ത് നിന്നിട്ട് ബാക്കി കട വാ. നമ്മൾ എത്ര കൊല്ലം കറങ്ങിയിട്ട്? ഞാൻ സൈക്കിൾ ഇതിപ്പോ അടുത്ത് തുടങ്ങിയതാ. ആണോ? ചോറ് അപ്പൊ ചോറ് പരിപാടിയൊക്കെ ഇല്ലേ? അപ്പൊ ഇബ്രാഹിം തിരക്കിലാണ്. രാവിലെ നേരം കൊടുത്തിട്ടുള്ളൂ, പക്ഷേ നല്ല അത്യാവശ്യം തിരക്കാണ് അകത്ത്. അപ്പോൾ ഞാൻ ശേഷം നെയ്ച്ചോറ് കൂട്ടി കഴിക്കാനാണ് പരിപാടി. സംഗതി നെയ്ച്ചോറുണ്ട്, സാധാ ചോറുണ്ട്, പിന്നെ മത്തി പൊരിച്ചതുണ്ട്. ഇത് മീൻകറിയാണ്, മീൻകറി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഐറ്റം. അപ്പം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മത്തി കൂട്ടി കഴിക്കാനാണ് വരുന്നത്. ഈ മത്തി, അതുപോലെ തന്നെ ഇതിന് മത്തിയുടെ ഗ്രേവി, വായിൽ വെള്ളം വരുന്നു കണ്ടപ്പോൾ തന്നെ. അതും കൂട്ടി ഇങ്ങനെ കുഴച്ച് അടിക്കണം. ഇതും ഒരു വെറൈറ്റി ആയിട്ടോ കേട്ടോ. നമ്മളെ മുളകാണ്, എരിവുണ്ട് നോക്കാം. സ്പൈസിയാ ഒഴിവാ, നല്ല എരിവുണ്ട് കേട്ടോ. ഇതും അടുത്ത ഐറ്റം നമ്മുടെ കുരുമുളകിൻ്റെ അച്ചാർ. അയ്യോ, ഇത് പിന്നെ തൈരുണ്ട്. ഈ ഒരു ചോറ് കഴിക്കാനാണ് ആൾക്കാർ മൊത്തം വരുന്നത്. സംഗതി വെറൈറ്റി അല്ലേ? അത് ചൂടാട്ടോ. നല്ല കുഞ്ഞമ്മത്തിയും കൂട്ടി തൈരും മുളകും കുരുമുളകും എല്ലാം കൂട്ടി കുഴച്ച് പിന്നെ നമ്മളെ വെള്ള ചമ്മന്തി ഉണ്ട്. ഈ കടയ്ക്ക് പേരില്ല എന്നുള്ളൂ, പക്ഷേ ഇബ്രാഹിം ഖാൻ്റെ കട എന്ന് പറഞ്ഞാൽ സംഗതി ഫേമസ് ആണ്. നമ്മളങ്ങനെ കേട്ടറിഞ്ഞാണ് വന്നത്. സംഗതി അടിപൊളി. ഇബ്രാഹിം ചോറും കറിയും ഈ മീൻ പൊരിച്ചൊക്കെ എത്ര ഇവിടെ കൊണ്ടുവെക്കും. നമുക്ക് വേണ്ട എടുത്ത് കഴിക്കാം. എന്നിട്ട് പറഞ്ഞാൽ മതി, എന്താ കഴിച്ചത് പറഞ്ഞാൽ മതി. ചോറിന് 50 രൂപയെ വാങ്ങുന്നുള്ളൂ. 50 അല്ലേ ചോറിന്? മീൻ വേറെ. മീൻ എത്ര എണ്ണം അങ്ങനെയാണോ? ആ, അങ്ങനെ. ഇബ്രാഹിം ആൾ മൊത്തം വെറൈറ്റി ആട്ടാ. ഒരു വിശ്വാസമാണല്ല. എത്ര മീനാണ് കഴിച്ചു വെച്ചാൽ പറഞ്ഞാൽ മതി. എത്ര വേണം ഇങ്ങനെ കൊഴിച്ച് കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ പിന്നെയും കൊണ്ടുവച്ച മീൻ. ചേട്ടാ സ്ഥലം ചേട്ടാ? ഇവിടെ തന്നെ നാട്ടുകാരനാണ്. സ്ഥിരപടിയാണ് കസ്റ്റമർ ആണോ? എന്താ ഒരു വെറൈറ്റി ഇവിടുത്തെ ഇതന്നെ മത്തി വെച്ചത് ഒരു 10 15 അടിക്കും ഒരു നേരം. എത്ര മണിക്ക് അടയ്ക്കും നമ്മള്? കടക്കൊന്നുമില്ല. ചോറ് ഇടുന്നാട്ട് അടയ്ക്കും. ഉച്ചയാവും തീരും എന്തായാലും അല്ലേ? എല്ലാം നെയ്ച്ചോറ് എല്ലാ ദിവസം ഉണ്ടാവുമോ? നെയ്ച്ചോറ് എല്ലാ ദിവസം ഉണ്ടാവുമോ? കഴിയും. ആ, പിന്നെ സാധാ ചോറ്. ആ, ചെറിയ പരിപാടി. അല്ല, മത്തി മാത്രമേ ഉണ്ടാവുള്ളൂ? എല്ലാ ദിവസവും മത്തിയാ? വേറെ മീനൊന്നും ഇല്ല? അടിപൊളി. അപ്പം പക്ക ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മുടെ മാനന്തവാടി എത്തിക്കഴിഞ്ഞാൽ ന്യൂമാൻ കോളേജിൻ്റെ തൊട്ടടുത്താണ്. നേരെ വന്നോളുക, കഴിച്ചോളുക, പൊക്കോളുക. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.